ഒരിക്കലും മതിമറന്ന് ആഹ്ലാദിച്ചിട്ടില്ലാത്ത 2-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രമുഖ മഹത്തുക്കളിൽ ഉന്നതസ്ഥാനീയരായ ഹുദൈബി റളിയല്ലാഹു തആല തങ്ങൾ വല്ലാതെ ആവേശഭരിതനാകും, ആഹ്ലാദഭരിതനാകും. എന്തു പറ്റി? തൻ്റെ കുട്ടി മരിച്ച ദിവസമാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു. എല്ലാവരും ദുഃഖഭരിതരാകുന്ന ദിവസം അവർ ആഹ്ലാദഭരിതരാകുന്നു. ഇന്ന് മാത്രം എന്താ നിങ്ങൾ ഇത്ര ആഹ്ലാദഭരിതനാവാൻ പറഞ്ഞ കാര്യം? എൻ്റെ റബ്ബ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ അവൻ തിരിച്ചു കൊണ്ടുപോയി. ഞാനതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? അതിൽ ദുഃഖം രേഖപ്പെടുത്തിയാൽ ആ മകൻ എനിക്ക് തിരിച്ചു വരുമ്പോൾ എനിക്കെൻ്റെ കൂലി നഷ്ടപ്പെട്ടു പോകൂലേ? ഞാനതിൽ ക്ഷമിക്കുകയല്ലേ വേണ്ടത്? മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഹെഡായ സമയത്ത് സുപ്രീം കോടതി ജഡ്ജായി നിയമിക്കപ്പെട്ട ഖാദി ശുറൈഹ് റളിയല്ലാഹു തആല തങ്ങൾ 65 കൊല്ലത്തോളം ഇസ്ലാമിക് സുപ്രീം കോടതിയിൽ ജഡ്ജിയായി നിയമിതനായ മഹാനുഭാവൻ മകൻ മരിച്ചപ്പോൾ പറഞ്ഞ വാക്കുണ്ട്. 4 കാരണങ്ങളെ കൊണ്ട് ഞാൻ ഇന്ന് സന്തോഷിക്കുകയാണ്. 1, എൻ്റെ ഒരു മകനല്ലേ മരണപ്പെട്ടിട്ടുള്ളൂ, മറ്റു മക്കളെല്ലാം ഇന്ന് പൂർണ്ണ ആരോഗ്യവാന്മാരായി ജീവിക്കുന്നില്ലേ? എല്ലാം മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു? 2, എനിക്ക് പരീക്ഷണം വന്നത് ഭൗതിക കാര്യങ്ങളിലല്ലേ, എൻ്റെ ഈമാനാണ് നഷ്ടപ്പെട്ടതെങ്കിൽ എന്നേക്കും എൻ്റെ പാരത്തിൽ ജീവൻ നഷ്ടപ്പെടുമായിരുന്നില്ലേ? 3, ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോഴും പതറാതെ നല്ല മനസ്സ് അല്ലാഹു തആല തന്നില്ലേ? 4, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന പവിത്രമായ ദിക്ർ മനസ്സറിഞ്ഞു പറയാൻ എനിക്കൊരവസരം നൽകിയതല്ലേ? ഇതിലെത്ര പുണ്യമുണ്ട്! ഇവിടെയാണ് തകർച്ചയും തളർച്ചയും സ്വാഭാവികമാണ്. ഇത് ഭൗതിക ലോകമാണ്, പരീക്ഷാ ഹാളാണ്. ഇവിടെ സുഖവും ദുഃഖവുമുണ്ട്, രാവും പകലുമുണ്ട്, എല്ലാം ഇരട്ടകളാണ്. ഒന്നായി അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. സുഖത്തിൽ ആഹ്ലാദഭരിതരാവരുത്, ദുഃഖത്തിൽ നിരാശപ്പെടരുത്. എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ച് റബ്ബിനോട് സുഖത്തിൽ നന്ദി രേഖപ്പെടുത്തുക, ദുഃഖത്തിൽ ക്ഷമിച്ച് അല്ലാഹുവിനോട് വിഷമവും പ്രയാസവും പറഞ്ഞ് ദുആ ചെയ്യുക.